നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ സൂപ്പർ താരം വിജയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ നിറയെ. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നടി തൃഷയുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ വിജയുടെ ഭാര്യ സംഗീതയും മക്കളും ചടങ്ങിൽ എത്താതിരുന്നതും ആരാധകർക്കിടയിൽ വൻ ചർച്ചയായി മാറി. സംഗീതയും വിജയും തമ്മിലുള്ള വിവാഹമോചന നടപടികൾ തുടരുന്നതിനിടെയാണ് ചർച്ചകൾ കനക്കുന്നത്. ഈ ചരിത്ര ദിനത്തിൽ വിജയ്ക്കൊപ്പം കുടുംബവും വേണ്ടതായിരുന്നു എന്ന അഭിപ്രായങ്ങൾ ശക്തമായി വരുന്നുണ്ട്. വിജയുടെ ആരാധകർ ഉൾപ്പെടെ ഇതിൽ വലിയ നിരാശയുണ്ട്. സംഗീത ഇല്ലെങ്കിലും മക്കളുടെ സാന്നിധ്യം ഇവർ ആഗ്രഹിച്ചിരുന്നു. ഈ വിഷമഘട്ടത്തിലും ജെയ്സണിനെ പോലെ ഒരു മകൻ സംഗീതയുടെ അഭിമാനവും ആശ്വാസവുമാണെന്നാണ് ഏവരും പറയുന്നത്. അച്ഛൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടും അമ്മയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ജെയ്സൺ സഞ്ജയ്. അമ്മയോട് ചെയ്ത വഞ്ചന കാരണം ജെയ്സൺ വിജയോട് സംസാരിച്ചിട്ട് ഏറെക്കാലമായെന്നാണ് റിപ്പോർട്ടുകൾ. വർഷങ്ങൾക്ക് മുൻപ് മകനെ കുറിച്ച് വിജയ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. 2022 ബീസ്റ്റ് എന്ന സിനിമയുടെ പ്രൊമോഷനായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം. മകൻ സിനിമാ രംഗത്തേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അവന്റെ മനസ്സിലെന്ന് അറിയില്ല എന്നാണ് വിജയ് നൽകിയ മറുപടി. വിജയുടെ പേരിൽ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ വിജയ് അച്ഛനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയിരുന്നു. അച്ഛനോട് 1.5 വർഷത്തോളം വിജയ് സംസാരിച്ചില്ല. പിന്നീട് അവർ വീണ്ടും ഒരുമിച്ചു. ഇതേക്കുറിച്ചും അന്ന് വിജയ് സംസാരിക്കുകയുണ്ടായി. മനോഹരമായ മരം കാണുമ്പോൾ നമ്മൾ അതിലെ പൂക്കൾ ഇഷ്ടപ്പെടും, എന്നാൽ വേരുകളുടെ പ്രയത്നം ശ്രദ്ധിക്കുന്നില്ല. പിതാക്കന്മാർ അങ്ങനെയാണ്. എല്ലാ കുടുംബത്തിന്റെയും വേരുകൾ അവരാണ്. എന്നാൽ ആൺമക്കളായിരിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കില്ല. നമ്മൾ അച്ഛനാകുമ്പോഴേ അത് മനസ്സിലാകൂ. നമ്മളുടെ ഗുണങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അച്ഛനിൽ നിന്ന് വന്നതാണ്. അച്ഛനും ദൈവവും തമ്മിലുള്ള ഏക വ്യത്യാസം ദൈവത്തെ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ്. എൻ്റെ പിതാവിനെ കുറിച്ച് മാത്രമല്ല ഞാനിത് പറയുന്നത്. ദൈവത്തെ കാണാൻ പറ്റില്ല, അച്ഛനെ കാണാൻ പറ്റുമെന്നും വിജയ് അന്ന് പറഞ്ഞു. പിതാവ് എസ് എ ചന്ദ്രശേഖർ ഇന്നും വിജയുമായി വളരെ അടുത്ത് നിൽക്കുന്നയാളാണ്. മകനെതിരെ വ്യക്തിഹത്യ നടത്തുകയാണെന്നാണ് എസ് എ ചന്ദ്രശേഖർ പറയുന്നത്. സംഗീതയുമായുള്ള പ്രശ്നം ഏറെക്കാലം മുൻപ് കഴിഞ്ഞതാണ്. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ഇത് വിവാദമാക്കുകയാണെന്നാണ് എസ് എ ചന്ദ്രശേഖർ പറയുന്നത്. അതേസമയം വിജയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ സംഗീതയുടെ വിവാഹമോചന ഹർജിയിൽ ഉണ്ടായിരുന്നു. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്നാണ് സംഗീത ആരോപിക്കുന്നത്. ഈ നടി തൃഷയാണെന്നാണ് വാദം ഉള്ളത്. എന്നാൽ സംഗീത നടിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. തമിഴകത്തെ ഹിറ്റ് ജോഡിയായിരുന്നു വിജയും തൃഷയും. ഒരേ കാലഘട്ടത്തിലാണ് ഇരുവരും താരപദവിയിലേക്ക് ഉയരുന്നത്. അന്നും ഗോസിപ്പുകൾ വന്നിരുന്നു. 2008 കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ ഒരുമിച്ച് കുറെ കാലം സിനിമകൾ ചെയ്തില്ല. വിജയുടെ കുടുംബത്തിന്റെ എതിർപ്പാണ് ഇതിന് കാരണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. 2021 വിജയുടെ അവിഹിത ബന്ധം കണ്ടെത്തിയതെന്നാണ് സംഗീത പറയുന്നത്. പിന്നീട് അങ്ങോട്ട് തന്നെ പൂർണ്ണമായും അവഗണിച്ചു. മുമ്പുണ്ടായിരുന്ന ജീവിതത്തിലെ സൗകര്യങ്ങൾ ഇല്ലാതായി. നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. തനിക്കും മക്കൾക്കും അപമാനമുണ്ടാകുന്ന തരത്തിൽ ഇരുവരും പ്രവർത്തിച്ചുവെന്നും സംഗീത ആരോപിച്ചു. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംഗീതയും മക്കളും എത്തിയില്ല. എന്നാൽ തൃഷ കൃഷ്ണൻ എത്തിയിരുന്നു. വിജയുടെ ബന്ധുക്കൾ തൃഷയെ സ്വീകരിക്കുകയും ചെയ്തു. ഇത് പലർക്കും ആശ്ചര്യമായി. നിയമപരമായി ഇപ്പോഴും വിജയുടെ ഭാര്യ സംഗീതയാണ്. കേവലം ഒരു തിരക്കിന്റെ പേരിൽ വിട്ടുനിന്നതല്ല സഞ്ജയ് എന്നും മറിച്ച് അച്ഛനുമായുള്ള കടുത്ത ഭിന്നതയുടെ പരസ്യമായ പ്രഖ്യാപനമാണ് ഈ ബഹിഷ്കരണമെന്നും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന വാർത്തകൾ കുറച്ചു കാലമായി കോളിവുഡിൽ പുകയുന്നുണ്ട്. സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെ ജെയ്സൺ സഞ്ജയ് അച്ഛനുമായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നുള്ള സഞ്ജയുടെ വിട്ടുനിൽക്കൽ. അമ്മയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വിജയുടെ രാഷ്ട്രീയ യാത്രയോട് മകന് യോജിപ്പില്ല എന്നാണ് സൂചന. ആരില്ലെങ്കിലും തന്റെ അമ്മയ്ക്ക് കൂട്ടായി താൻ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച നിലപാടിലാണ് സഞ്ജയ്. തന്നെ വഞ്ചിച്ച ഭർത്താവിന്റെ വിശേഷ ദിവസത്തിൽ ഒപ്പം കാമുകിയെ സ്വീകരിക്കുന്ന ഭർത്താവിന്റെ അമ്മയും ബന്ധുക്കളും എന്നിങ്ങനെയുള്ള കാഴ്ചകൾ ഇന്ന് സംഗീതയുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കാം. എന്നാൽ ആ മുറിവിലും ആശ്വാസമാണ് സംഗീതയ്ക്ക് മകൻ കാണിച്ച ആത്മധൈര്യം. പ്രത്യേകിച്ചും മാതൃദിനത്തിൽ അമ്മയ്ക്ക് ഇതിൽ വലിയൊരു സമ്മാനം ഒരു മകന് നൽകാനില്ല എന്നാണ് നെറ്റിസൺസ് പറയുന്നത്. അച്ഛനൊപ്പം നിന്നാൽ ജെയ്സൺ സഞ്ജയ്ക്ക് നേട്ടങ്ങളേറെയാണ്. ബുദ്ധിമുട്ടില്ലാതെ സംവിധാന കരിയർ മുന്നോട്ട് കൊണ്ടുപോകാം. ശത്രുക്കൾ കുറയും. എല്ലാത്തിനും പുറമെ ആരാധകരുടെ വാഴ്ത്തലും. എന്നാൽ ഇതിനു വേണ്ടി ഒന്നും തന്റെ അമ്മയുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ ജെയ്സൺ സഞ്ജയ് തയ്യാറല്ല. തമിഴ് ഫിലിം ജേർണലിസ്റ്റുകൾ പറയുന്നത് പ്രകാരം ജെയ്സൺ അച്ഛനോട് സംസാരിക്കാറ് പോലും ഇല്ല എന്നാണ്.
ഒരു വീട്ടിലല്ല ഇവർ താമസിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും വിജയെ ജെയ്സൺ അൺഫോളോ ചെയ്തിട്ടുണ്ട്. പേരിൽ നിന്നും അച്ഛന്റെ പേര് നീക്കുകയും ചെയ്തു. അച്ഛന്റെ പിന്തുണ ഇല്ലെങ്കിലും ജെയ്സണിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. ലണ്ടനിലെ ധനിക കുടുംബമാണ് സംഗീതയുടേത്. വിജയുടെ ചരിത്രപരമായ ദിവസത്തിലും മംഗലായി സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ജെയ്സൺ സഞ്ജയ് തന്റെ അച്ഛനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. നിലവിൽ വിജയ് സേതുപതി അടക്കം 36 പേരെ മാത്രമാണ് സഞ്ജയ് ഫോളോ ചെയ്യുന്നത്. അച്ഛന്റെ നിഴലിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാനാണ് മകന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി തന്റെ പേരിനൊപ്പമുള്ള അച്ഛന്റെ ഇനിഷ്യലായ വി മാറ്റി അമ്മയുടെ പേരിന്റെ ആദ്യ അക്ഷരമായ എസ് ചേർക്കാൻ സഞ്ജയ് ഒരുങ്ങുന്നതായാണ് വിവരം. ഇതിന്റെ ഭാഗമായി തന്റെ പേരിനൊപ്പമുള്ള അച്ഛന്റെ ഇനിഷ്യലായ വി മാറ്റി അമ്മയുടെ പേരിന്റെ ആദ്യ അക്ഷരമായ എസ് ചേർക്കാൻ സഞ്ജയ് ഒരുങ്ങുന്നതായാണ് വിവരം. ജെയ്സൺ സഞ്ജയ് എസ് എന്നാകും ഇനി മുതൽ അദ്ദേഹം അറിയപ്പെടുക. സ്വന്തം അഡ്രസ്സിൽ നിന്നും അച്ഛനെ പൂർണ്ണമായും വെട്ടിമാറ്റാനുള്ള ഈ നീക്കം ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ വേളയിലും നടി തൃഷ എത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും കാരണമായി. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇത്തരം ബന്ധങ്ങളാണെന്ന തരത്തിലുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. സംഗീതയെ ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തിയതും തൃഷയ്ക്ക് ലഭിച്ച മുൻഗണനയും സഞ്ജയെ കൂടുതൽ പ്രകോപിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ് പുതിയ ചരിത്രം കുറിക്കുമ്പോഴും സ്വന്തം കുടുംബത്തിലെ പിണക്കങ്ങൾ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയാകുകയാണ്. അച്ഛന്റെ തണലിൽ ഇല്ലാതെ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ച ജെയ്സൺ സഞ്ജയ് തന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം തൃഷയെ കുറ്റപ്പെടുത്തിയതിൽ സ്ത്രീവിരുദ്ധതയുണ്ടെന്ന് അഭിപ്രായങ്ങൾ ഉണ്ട്. സംഗീത പറയുന്നത് ശരിയാണെങ്കിൽ ഭാര്യയെയും മക്കളെയും വഞ്ചിച്ചത് വിജയാണ്. വിജയെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയാക്കിയവർ തന്നെ തൃഷ പുറത്തിറങ്ങിയാൽ അപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്നു. വിജയ് ഈ ബന്ധം രഹസ്യമാക്കി വെക്കണമെന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. ഇതിൽ സ്ത്രീവിരുദ്ധത പ്രകടമാണെന്നാണ് വിമർശനം. വിജയ് വിവാഹേതര ബന്ധത്തിലേക്ക് പോയത് തെറ്റാണെന്ന് പറയുന്നതിന് പകരം വിജയ് ഈ ബന്ധം രഹസ്യമാക്കി വെക്കണമായിരുന്നു എന്നാണ് ചിലരുടെ വാദമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. അച്ഛന്റെയും മുത്തശ്ശൻ എസ് ചന്ദ്രശേഖറിന്റെയും പാത പിന്തുടർന്ന സിനിമയിലേക്ക് തന്നെയാണ് ജെയ്സണും എത്തിയിരിക്കുന്നത്. തെരി എന്ന വിജയ് ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിൽ ജെയ്സൺ കുട്ടിക്കാലത്തെ മുഖം കാണിച്ചു കഴിഞ്ഞിരുന്നു. മുതിർന്ന ശേഷം സംവിധാന രംഗത്തേക്കാണ് ജെയ്സൺ ചുവട് വെച്ചിരിക്കുന്നത്. വിജയുടെ മകൻ സിനിമയിലേക്ക് എന്ന വാർത്തകൾ നിറയുമ്പോഴും മകന്റെ സിനിമാ ജീവിതത്തിനായി വിജയ് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നാണിപ്പോൾ പുറത്തുവരുന്ന വിവരം. ജെയ്സണിന് സിനിമയിലേക്കുള്ള വഴി തുറന്നത് അമ്മ സംഗീതയിലൂടെയാണെന്നാണ് റിപ്പോർട്ടുകൾ. ജെയ്സൺ സഞ്ജയ് ലൈക്ക പ്രൊഡക്ഷൻസിൽ റെക്കമെൻഡ് ചെയ്തത് വിജയ് അല്ല, ലണ്ടനിൽ താമസമാക്കിയ ബിസിനസ്സുകാരനായ സംഗീതയുടെ പിതാവാണ്. കൊച്ചുമകന്റെ സിനിമാ പ്രവേശനത്തിനായി ലൈക്ക പ്രൊഡക്ഷൻസുമായി സംസാരിച്ച് അവരുടെ സിനിമ ചെയ്യാൻ അനുമതി വാങ്ങി നൽകിയത് അദ്ദേഹമാണ്. സിനിമയുടെ പൂജയ്ക്കും വിജയ് പങ്കെടുത്തിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. സന്ദീപ് കിഷൻ നായകനായി എത്തുന്ന സിഗ്മയാണ് ജെയ്സൺ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം. ചിത്രത്തിന്റെ ടീസറിനും വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. എസ് തമനാണ് ചിത്രത്തിന്റെ സംഗീതമൊരുക്കുന്നത്. 2009 വിജയുടെ വേട്ടൈക്കാരൻ എന്ന ചിത്രത്തിലാണ് ജെയ്സൺ ആദ്യമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ അടിച്ച താങ്കമാട്ടെ എന്ന ഗാനത്തിലാണ് ജെയ്സൺ അതിഥി വേഷത്തിൽ എത്തിയത്. അതേസമയം ചിത്രത്തെക്കുറിച്ചും സന്ദീപും അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. രായന്റെ റിലീസിന് മുൻപാണ് ജെയ്സൺ തന്നോട് കഥ പറഞ്ഞതെന്നും ആക്ഷനും തമാശയ്ക്കും പ്രാധാന്യമുള്ള ചിത്രമാണെന്നും താരം പറഞ്ഞിരുന്നു. ജെയ്സന്റെ ആദ്യ ചിത്രം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലും ആവേശത്തിലുമാണ് വിജയ് ആരാധകർ ഉൾപ്പെടെ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.